ഈ കോവിഡ് ഒത്തിരിയും പ്രശ്നമുണ്ടായിട്ടുണ്ട്. കോവിഡിന് മുമ്പായിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഫോൺ സ്കൂളിൽ കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു, നിബന്ധന ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഈ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോണായി വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് ഓരോ ഗ്രൂപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്തുണ്ടാകുന്ന ഇവർക്ക് ഇതിനോടുള്ള അക്സസിബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വയലൻസ് കാണാനായിട്ടും സെക്സ് കാണാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനുള്ളൊരു ഒരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡാനന്തരം ഈ മൊബൈൽ ഫോൺ കൊടുത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതോടെ അവർക്ക് ഏറെ സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്വകാര്യമായിട്ട് എവിടെപ്പോഴാണെങ്കിലും പോയി കാണാം, മോശമായ കാര്യങ്ങൾ കാണാം, നല്ലതും കാണാം. നല്ല കാര്യം തന്നെയാണ് കോവിഡ്, അത് നല്ല ഉദ്ദേശത്തോടെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ അതിനെ മോശമായിട്ട് ഉപയോഗിക്കുന്നു. എല്ലാം അങ്ങനെയാണ്. നല്ല കാര്യങ്ങളൊക്കെ മോശമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും മോശമായി തീരുകയും ചെയ്യുന്നു. ഇവിടെ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരൻസിനോട് പറയാനുള്ളത്, ഇതിൻ്റെ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഉപയോഗം കുട്ടികളെ നിയന്ത്രിക്കണം. കുട്ടികളുടെ ഈ ഇൻ്റർനെറ്റും മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വകാര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. സ്ക്രീനാണെങ്കിലും ലാപ്ടോപ്പിൻ്റെ സ്ക്രീനാണെങ്കിലും ടി വിൻ്റെ ഇതൊക്കെ ആണെങ്കിലും പേരൻസിന് ഇപ്പോൾ വന്ന് കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ അല്ലാതിരിഞ്ഞാൽ പേരൻസ് വരുന്നറിഞ്ഞാൽ അവർ മാറ്റിക്കളയും. അവരറിയാതെ തന്നെ അവരുടെ പുറകിൽ വന്ന് ഇവരെന്താ കാണുന്നതെന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം, ഒരു രീതിയിലായിരിക്കണം കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതും എല്ലാം. കുട്ടികൾ ഒരിക്കൽ പോലും മുറിക്കകത്ത് അടച്ചിട്ടിരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ സമയത്താണ് അവർ സ്വകാര്യത ഉണ്ടാകുന്നത്. അപ്പോഴാണ് മോശമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയും സിനിമയൊക്കെ ചെറുപ്പക്കാരെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ ആ മാധ്യമങ്ങളാണ് വേണ്ട പോണക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ സിനിമകളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ധാർമ്മിക മൂല്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. എവിടെ മോശമായ സംഗതിയാണ് അതിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവർ ഈ കുട്ടികളുടെ മനസ്സിലുണ്ടായിക്കൊള്ളുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഒരു തെറ്റായ ധാരണയൊന്നുമല്ലല്ലോ, കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഒന്ന് മറ്റൊന്ന് വെച്ചാൽ ഇതിൻ്റെയുള്ള ശിക്ഷയുടെ പ്രാധാന്യം ഇല്ലാതെ തീർന്നിരിക്കുന്നു. ചെറിയ ശിക്ഷ ഉണ്ടാകുന്ന അതങ്ങനെ തീർന്നോളും, ഇത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്നാ ഉണ്ടാകുക? എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ്. ഇമ്മീഡിയറ്റായിട്ട് ശിക്ഷ ഉണ്ടായെങ്കിൽ മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് ശരിയായിട്ടുണ്ടാകത്തുള്ളൂ. ഇതെല്ലാം ആർത്തും തീർച്ച ചിലപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാകുക ശിക്ഷ. അപ്പോൾ അതുകൊണ്ട് ശിക്ഷയുടെ പ്രാധാന്യത്തിനില്ലാത്തത്, ശിക്ഷയോട് ആർക്കും പേടിയില്ലാതെ ഭയമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതൊക്കെ ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഈ പ്രായത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാകും. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണ, ഒത്തിരി തെറ്റായ ധാരണ ഉണ്ടാകാം. അതൊക്കെ ഉണ്ടാകാം. പിന്നെ അതുകൊണ്ട് തന്നെ മറ്റൊന്നുള്ള മീഡിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇതൊരു വലിയ കുഴപ്പമില്ലാത്ത സംഗതിയാണ്. വീരശൂര പരാക്രമികളാകാനായിട്ട് നല്ല ഒരു അവസരമാണ് ഇതൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായ തോന്നലുണ്ടായത്. അതുപോലെ തന്നെയാണ് പത്രങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന വാർത്തകൾ. അതേപോലെ തന്നെ ടി വിയിലും ഓൺലൈനിലും ഒക്കെ ആയിട്ട് കാണുന്ന സമയത്ത് എവിടെ നോക്കിയാലും വയലൻസാണ്. ഈ വയലൻസിലൂടെ അവർ ഒരു ഹീറോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ടാകാം. ഇതൊക്കെയാകാം ഇതിനുള്ള കാരണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.